NDA പാർലമെന്ററി പാർട്ടി യോഗം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടാണ് യോഗം എന്ന സൂചനകളുണ്ട്. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ കഴിഞ്ഞ ആഴ്ച ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകുമെന്ന പ്രഖ്യാപനം എത്തുമെന്ന് സൂചനകളുണ്ടായിരുന്നു. ചില പേരുകളും ഉയർന്നു വന്നതാണ്. പക്ഷേ അന്ന് അതുണ്ടായില്ല. ഇന്ന് ചൊവ്വാഴ്ച നടക്കുന്ന യോഗത്തിൽ അതുണ്ടാകാൻ സാധ്യതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, തീർച്ചയായിട്ടും ഒരു അന്തിമ രൂപം ഈ ചൊവ്വാഴ്ച നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. നേരത്തെയും NDA പാർലമെന്ററി പാർട്ടി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. എന്തായാലും നാളെ BJPയും അത്തരമൊരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരുപക്ഷേ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ആ തീരുമാനമായിരിക്കും ചൊവ്വാഴ്ച ചേരുന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അവതരിപ്പിക്കുക. ഘടകകക്ഷികളുടെ അടക്കം പിന്തുണ നേടിക്കൊണ്ടായിരിക്കും ഈ പേരാണ് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി ആരാണ് എന്നത് BJP പ്രഖ്യാപിക്കുക. സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക. വിവാദങ്ങളിലൊന്നും പെടാത്ത എല്ലാവർക്കും സ്വീകാര്യനായ തരത്തിലേക്ക് ഒരാളെ തന്നെയാണ് BJPയും ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത്. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച ചേരുന്ന ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിനു ശേഷം ആരായിരിക്കും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം. NDA പാർലമെന്ററി പാർട്ടി യോഗം ചൊവ്വാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കും. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.